ഹായ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതിൽ ആദ്യമായി നമ്മൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫസ്റ്റിലെ തുടങ്ങുന്ന ലോകത്ത് വരുമ്പോൾ ആദ്യമേ തന്നെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. തുടർന്ന് നമ്മൾ ആഹാരത്തെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് പരിചയിച്ചു വരുന്നു. നമ്മൾ ഇഷ്ടം പോലെ ആഹാരങ്ങൾ. പൊതുവെ മലയാളി സമൂഹത്തെ സംബന്ധിച്ച് നമ്മള് കൂടുതലും പേരും നോൺ വെജിറ്റേറിയൻസ് ആണ്. ഇറച്ചി, മത്സ്യം, മുട്ട എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പലരും ഈ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പലപ്പോഴും അസുഖം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അതിൽ മുട്ട കഴിക്കുന്നവർക്ക് അസുഖം വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നു. ശരീരത്തിൽ കുരുക്കളും പരിക്കുകളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വയറിളക്കവും ഛർദിലും ഒക്കെ ഉണ്ടാകുന്നു. ഇതെന്താണെന്ന് പലർക്കും പെട്ടെന്ന് തിരിച്ചറിയുകയില്ല. മുട്ട വളരെ നല്ലതാണ്, ശരീരത്തിന് പോഷകപ്രദമാണ്. പക്ഷേ അത് മുട്ട കോഴിയിൽ നിന്നോ താറാവിൽ നിന്നോ ലഭിക്കുന്നതായാലും ശരി, മുട്ട ലഭിച്ചത് മുട്ടയിട്ട് 4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കൂടിയാൽ 5 ദിവസത്തിനുള്ളിൽ അത് കഴിച്ചിരിക്കണം. 4 ദിവസം കഴിയുമ്പോഴേക്കും അത് പഴകിയ മുട്ടയാണ്. പഴകും തോറും അതിനകത്ത് മാരകമായ വിഷവായു കലർന്നിരിക്കും. പഴകിയ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പനി പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ വയറിളക്കവും ഛർദിലും ഉണ്ടാവും. അവര് പ്രയാസപ്പെടും. പക്ഷെ മുട്ട ഫ്രഷ് ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട എങ്ങനെ ഫ്രഷ് ആണ് തിരിച്ചറിയുന്നത്? മുട്ട ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തോടിന്റെ കൂടെ അതിന്റെ മാംസഭാവം കൂടെ ഇറങ്ങിപ്പോകും. ഇത് മുട്ട ഇട്ട് കോഴിയിട്ട് കഴിഞ്ഞാൽ 2 ദിവസം വരെ അല്ലെങ്കിൽ 3 ദിവസം വരെ ഇങ്ങനെ സംഭവിക്കും. 3 ദിവസം കഴിഞ്ഞ് നമ്മൾ പൊളിച്ചെടുക്കുന്ന മുട്ട പഴയതാണോ എന്നറിയാൻ ഇത് പൊട്ടിച്ച് വെള്ളക്കരുവ് മാറ്റി അതിലെ മഞ്ഞക്കരുവ് ശ്രദ്ധിക്കുക. ഈ മഞ്ഞക്കരുവില് കറുപ്പ് കളർ വീണിരിക്കുന്നു. കറുപ്പ് കളർ കൂടുന്തോറും അതിൽ മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട്. ഇത് പുതിയ മുട്ട, ഇത് പഴയ മുട്ട. കൊച്ചി മേഖലയില് താറാമുട്ട 5 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമുള്ള ഹാച്ചറികളിൽ മുട്ട വിരിയിക്കാൻ വെച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞ് ആ മുട്ട വിരിയുന്നതോ വിരിയാത്തതോ എന്ന് അവർക്ക് മെഷീനിലൂടെ തിരിയാൻ സാധിക്കും. അങ്ങനെ വിരിയാത്ത മുട്ട, കേടായ മുട്ട അവർ തിരിഞ്ഞിട്ട് അത് വെറും 50 പൈസ നിരക്കില് ഹോൾസെയിലായിട്ട് അവരവിടെ നിന്ന് വിൽക്കുന്നു. അത് അവിടെ നിന്ന് ലോറിയിൽ കയറ്റി കൊച്ചിയിലേക്കും മറ്റു നഗരങ്ങളിലേക്കും എത്തി അവിടെ നിന്ന് അവർ 2 രൂപയ്ക്ക് വിൽക്കും. വാങ്ങി വഴിയിലും മറ്റും വിൽക്കുന്ന കച്ചവടക്കാർ 5 രൂപയ്ക്ക് വിൽക്കുന്നു. ജനങ്ങൾ നോക്കുമ്പോൾ 10 രൂപ വില വരുന്ന താറാമുട്ട വെറും 5 രൂപയ്ക്ക് കിട്ടുന്നു. എല്ലാവരും ഓടിപ്പോയി വാങ്ങുന്നു. വീട്ടിലെല്ലാവരും പുഴുങ്ങി കഴിക്കുന്നു, കറിവെച്ച് കഴിക്കുന്നു. ഒരു മേളം തന്നെയാണ്. പക്ഷെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും രോഗികളായി മാറുന്നു എന്നുള്ള കാര്യം വളരെ വിഷമത്തോടു കൂടി നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുട്ട കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മുട്ടപ്രേമികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ മുട്ട എങ്ങനെയുണ്ടാവും? നിങ്ങൾ അടുത്ത് കോഴിമുട്ട ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ബുക്ക് ചെയ്തിട്ട് അവർക്ക് 1-2 രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങിയാൽ കുഴപ്പമില്ല. രോഗം വരാതിരിക്കാൻ, മുട്ട കഴിക്കുന്നവർക്ക് രോഗം വരാതിരിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു നൽകുക. നന്ദി, നമസ്കാരം.